മഞ്ഞാണെന്ന് കരുതി ബാല്യത്തിൽ വാരി മനസ്സിൽ നിറച്ചു. കുറച്ചുകൂടി വലുതായപ്പോൾ മഴയാണെന്ന് കരുതി കോരി ശിരസിൽ നിറച്ചു. പിന്നെയാണ് മനസ്സിലായത് ഒരിക്കലും അസ്തമിക്കാത്ത വേനലാണ് അതെന്ന്. അതിൻ്റെ പേര് അന്നും ഇന്നും അറിവ് എന്ന് തന്നെ. ഈ ദിവസത്തെ നമ്മുടെ വിശിഷ്ടരായ നോബൽ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത മലയാളികൾക്ക് മുഴുവൻ പ്രിയങ്കരനായ ശ്രീ VK ശ്രീരാം. IT ഗൈഡ് നിമി, ഗുഡ് ഈവനിങ്. പോയ ദിവസം അശ്വമേധത്തിന്റെ രാവ് അവസാനിച്ചപ്പോൾ കോഴിക്കോട് നിന്നെത്തിയ സൈറ സതീഷ് യാഗം വിജയകരമായി പൂർത്തിയാക്കി യജ്ഞത്തിന്റെ ആദ്യ റൗണ്ടിൽ എന്നെ സമർത്ഥമായി പരാജയപ്പെടുത്തി രണ്ടാം റൗണ്ടിൽ പ്രവേശിച്ചിരിക്കുകയായിരുന്നു. അടിസ്ഥാനപരമായി മയ്യഴിക്കാരിയായ, ഒരുപാട് വായിക്കുന്ന, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള അഭിഭാഷക കൂടിയായ സൈറ സതീഷിനോടൊപ്പം ഈ ദിവസത്തെ ബൗദ്ധിക സഞ്ചാരം ഇങ്ങനെ നമുക്കിവിടെ ആരംഭിക്കാം. സൈറ സതീഷ്, പ്ലീസ് വാക്ക് ഇൻ. ഗുഡ് ഈവനിങ് സർ. സോ ഇന്നലെ സുഖമായി ഉറങ്ങി. വീണ്ടും അശ്വമേധത്തിന്റെ മത്സരവേദിയിൽ സൈറ എത്തി നിൽക്കുന്നു. ഇക്കുറി സൈറ വിചാരിക്കേണ്ടത് ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു സംഭവമാണ്. ലോക ചരിത്രത്തിൽ എവിടെയോ സൈറയെ കാത്ത് ഒരു സംഭവം ഒളിച്ചിരിക്കുന്നു. ആ സംഭവം സൈറയുടെ മനസ്സിൽ നിന്ന് കണ്ടെത്താൻ എനിക്ക് ഇക്കുറി 19 ചോദ്യങ്ങൾ. സൈറയുടെ ലൈഫ് ലൈനും 1 വർദ്ധിക്കും, 5-ൽ നിന്ന് 6 ആകും. സൈറയ്ക്ക് ഒരു വിഷയം തിരഞ്ഞെടുക്കും. ഓൾ ദി ബെസ്റ്റ്. ആകസ്മികമായി ലഭിച്ച ഒരു വിഷയത്തെക്കുറിച്ച് എന്നോ നടന്ന ഒരു സംഭവം സൈറ വിചാരിച്ചു കഴിയുമ്പോൾ സൈറയോടൊപ്പം യജ്ഞത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കും. സൈറ സതീഷ് ഇക്കുറി തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ മനസ്സിലോർത്ത സംഭവം അംഗീകരിക്കപ്പെടാവുന്ന ഒരു സംഭവമാണ്. അംഗീകരിക്കപ്പെടാവുന്നതാണ്. ആ സംഭവത്തിനെ കുറിച്ച് യെസ് ഓർ നോ എന്റെ ചോദ്യങ്ങൾക്ക് പറയാൻ 6 തവണ സൈറയെ സഹായിക്കാൻ IT ഗൈഡ് നിമ്മി തയ്യാറാണ്. സൈറ, all the best to the second round of Yajnam. Please take your seat. അശ്വമേധത്തിലേക്ക് മത്സരിക്കാൻ അവസരം കിട്ടുമെന്ന്, ഒപ്പം ആദ്യ റൗണ്ട് അനായാസമായി ജയിക്കാമെന്നും, യജ്ഞത്തിൽ മത്സരിക്കാമെന്നും, യജ്ഞത്തിൽ ആദ്യ റൗണ്ട് ജയിച്ച് രണ്ടാം റൗണ്ടിൽ 50,000 രൂപയുടെ ഏണിയും പാമ്പും കളിയിലെത്തി നിൽക്കുന്നു. 50,000-ത്തിൽ പരാജയപ്പെട്ടു പോയാൽ 5,000-ത്തിലേക്കാണ് തിരികെ വരിക, അല്ലെങ്കിൽ 1,00,000-ത്തിന്റെ മത്സരത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഈ അവസരം ലഭിക്കുമെന്ന് കരുതിയിരുന്നു? ഒരിക്കലില്ല. ശരി, നമുക്ക് മുന്നോട്ട് പോവാം. ആൾ ദ ബെസ്റ്റ്. മക്കളുടെ പേരെന്താ പറയുക? ഇന്നലെ പറഞ്ഞില്ലല്ലോ, മക്കളുടെ പേര് പറഞ്ഞില്ല. നിങ്ങൾ ഈ ഗ്ലാസ്ഗോവും വിയന്നയും ഒക്കെ പറയുന്നതിനിടെ മക്കളുടെ പേര് പറയാൻ മറന്നു. മൂത്താള് ബ്രിറ്റോ സതീഷ്, രണ്ടാമത്തെ ഷാരോ സതീഷ്. തുടങ്ങാം. സൈറ വിചാരിച്ച ആ സംഭവം നല്ലതെന്നോ ചീത്തയെന്നോ കൃത്യമായി പറയാവുന്ന ഒരു സംഭവമാണോ? നല്ല സംഭവമാണോ? അല്ല, നല്ലതാണ്. ആണ്. നല്ലതാണ്. നല്ലതാണ്. എല്ലാ നല്ലതിന്റെ അല്ലയാണ്. നല്ലതാണ്. ഹിന്ദിയിലാണോ ആ സംഭവം നടന്നത്? അതെ. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നടന്ന സംഭവമാണ് എന്ന് പറയാവുന്ന ഒരു സംഭവമാണ്. ആണ്. അതായത് ചില സംഭവങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംഭവം മനസ്സിൽ വിചാരിച്ചു എന്നിരിക്കട്ടെ, അത് കേരളത്തിൽ നടന്ന സംഭവമാണോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ബാധകമാണ്. എന്നാൽ കേരളത്തിൽ മാത്രം നടന്നതാണെന്ന് പറയാനും പറ്റില്ല. ഇത് പക്ഷെ അങ്ങനെ പറയാം, അല്ലേ? 1950-ന് ശേഷം നടന്ന സംഭവം അല്ല. 1900-ന് ശേഷം നടന്ന സംഭവം അല്ല. സൗത്ത് ഇന്ത്യയിലാണോ നടന്നത്? അതെ. ആണ്.
കേരളത്തിലോ മാഹിയിലോ ആണോ സംഭവം നടന്നത്? ആണ്. മാഹിയിലാണോ സംഭവം? അല്ല. എല്ലാം മയ്യഴി ആണോ എന്ന് അറിയണമല്ലോ. 9 ചോദ്യങ്ങൾ കഴിഞ്ഞു, ഇനി 10 ചോദ്യങ്ങൾ മാത്രം നമുക്കിടയിൽ. ഒരു ദീർഘനിശ്വാസമൊക്കെ വന്നു. സൈർ ആദ്യമായാണ് ഈ കോൺഫിഡൻസ് ലെവലിൽ ഒരല്പം പതറുന്ന ഒരു നെടുവീർപ്പ് ഞാൻ കാണുന്നു. സൈറ, എന്റെ 10ാമത്തെ ചോദ്യം. രാഷ്ട്രീയം? താങ്ക് യു. ചോദ്യം കൂടുതൽ ചോദിക്കാതെ ഉത്തരം പറഞ്ഞു. രാഷ്ട്രീയ സംഭവമാണ്. ഞാനൊരു 5-6 ചോദിച്ചിട്ട് പിന്നെ വീണ്ടും ഓരോന്ന് കണ്ടുപിടിക്കേണ്ടി വന്നേനെ. പൊളിറ്റിക്കൽ ഇൻസിഡന്റ് ആണ്. ആണ് സാർ, ശരിയാണോ? അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. അല്ല, സൈറയ്ക്ക് ആ ഒരു സംഭവം നിർദ്ദേശിക്കാൻ ലഭിച്ചത് രാഷ്ട്രീയം തന്നെയാണ് വിഷയം ലഭിച്ചത് എന്നാണ് ചോദ്യം. അല്ല. അല്ല. കല എന്നാൽ രാഷ്ട്രീയം ഉണ്ട് അതിൽ. അപ്പോ കലയും സംസ്കാരവും സാഹിത്യവും ഒന്നും ആയിരിക്കില്ല ലഭിച്ചത്. നോക്കാം. അതെ, അല്ല, ഒരു 3 പറഞ്ഞതിലൊന്നാണ്. ആണ്. അപ്പൊ പ്രധാന വിഷയം രാഷ്ട്രീയം ആണ്. സാംസ്കാരികം കലാ സാംസ്കാരികമാണോ? എല്ലാം പ്രാധാന്യമുണ്ട്. കലയല്ല. ആയിക്കോട്ടെ, നോക്കാം. 1900 ശേഷമാണോ നടന്നത്? അല്ല. 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 തെക്കൻ കേരളത്തിലാണോ അത് നടന്നത്? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ? അല്ല. അല്ല. 1800 ശേഷം? അതെ. ആണ്. അടുത്തത് 14ാമത്തെ ചോദ്യമല്ലേ സർ? 40. അത് കേരളത്തിന്റെ പാരമ്പര്യം, കേരളത്തിന്റെ യുണീക്ക്നെസ്സുകൾ, ലോകത്തിന്റെ മുന്നിൽ കേരളം അവതരിപ്പിക്കുന്ന കേരളത്തിന്റെ പ്രസക്തികൾ, അല്ലെങ്കിൽ പാരമ്പര്യ പൗരാണിക പ്രസക്തികളിൽ ഒന്നാണോ ആ സംഭവം? വ്യക്തമായില്ല. കേരളത്തിന്റെ യുണീക്കായ, കേരളത്തിന്റെ സവിശേഷതകൾ നിറഞ്ഞ ഒരു പാരമ്പര്യ പൗരാണിക പ്രസക്തി, ചരിത്രപരമായ പ്രസക്തി ആ സംഭവത്തിനുണ്ടോ? ഉണ്ട് സർ? ഇല്ല. 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 നമ്മുടെ മാമാങ്കം പോലൊരു സംഭവം അങ്ങനെയൊന്നും ഇല്ല. അല്ല, അല്ല, പൗരാണിക പ്രസക്തി ഇല്ല. So that was a lifeline. Question number 14, first lifeline. I repeat question 14. ഏതെങ്കിലും രാജാവുമായോ ഭരണാധികാരിയുമായോ ബന്ധപ്പെട്ടതാണോ ആ സംഭവം? അതെ. ആണ്. നമ്പർ 15, സാമൂതിരിയുമായി ബന്ധപ്പെട്ടതാണ്? അല്ല. അല്ല. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഈ സംഭവത്തിന് പ്രസക്തി? സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഈ സംഭവത്തിന് പ്രസക്തിയുണ്ടോ? ഇല്ല. 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 ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ ആരംഭം ആയിരുന്നു ആ സംഭവം? അല്ല. 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 ഇനി 2 ചോദ്യങ്ങളേ ഉള്ളൂ. സൈനയ്ക്കും എനിക്കും യജ്ഞത്തിന്റെ അവസാന റൗണ്ടിനും ഇടയിൽ. ഓൾ ദി ബെസ്റ്റ്. പിടിച്ചു കെട്ടും അല്ലേ? ഒരിക്കലും ഇല്ല. ഒരു രാജാവുമായി അതിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഒരു പ്രശസ്ത വ്യക്തിയുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ശരി തന്നെയാണോ ഈ പറഞ്ഞതൊക്കെ? ആണ്. പ്രശസ്ത വ്യക്തിയുമായി ഈ സംഭവത്തിന് ബന്ധമുണ്ടോ? അതെ, പ്രശസ്ത വ്യക്തിയായിട്ട് ബന്ധമുണ്ട്. അതെ. അതെ, ഉണ്ട് സർ. പ്രശസ്തനായ ഒരു വ്യക്തിയുമായി ബന്ധമുള്ള സംഭവം തന്നെയാണ്. അത് രാജാവല്ല, അല്ല എന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാണല്ലോ. സൈറ പറഞ്ഞതെല്ലാം ശരിയാ. സൈറയ്ക്ക് 6 തവണ അവരുടെ ലൈഫ് ലൈൻ യൂസ് ചെയ്യാമായിരുന്നു, 1 തവണ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി 2 ചോദ്യങ്ങൾ, അതിനിടയിൽ 5 ലൈഫ് ലൈൻ. വേസ്റ്റ് ആക്കണ്ട, സംശയം ഉണ്ടെങ്കിൽ യൂസ് ചെയ്തോളൂ. തെറ്റ് പറയരുത് എന്നേ ഉള്ളൂ. ഒന്നിന്റെയും ആരംഭമല്ല അത് എന്ന് പറഞ്ഞു അല്ലേ? ഒന്നും ആരംഭിച്ചതല്ല അത് എന്ന് തീർച്ചയാണത്. ആ ചോദ്യത്തിന്റെ ഉത്തരം വ്യക്തമാക്കൂ.
ഞാൻ ചോദിച്ചു എന്തിൻ്റെങ്കിലും ആരംഭമായിരുന്നു, എന്തെങ്കിലും ആരംഭിച്ചതാണോ? ഒരു സ്ഥാപനം, പ്രസ്ഥാനം, മൂവ്മെന്റ്, ഒരു കല, ഒരു എന്തെങ്കിലും ഒന്ന് ഒന്ന് ആരംഭിച്ചതാണ്. ആണ് ആണ് അല്ലാന്നാണ് അങ്ങനെ പറയുമ്പോൾ ഒരു സ്ഥാപനം ഒന്നുമല്ല. അല്ല, എന്തെങ്കിലും ഒരു കലാരൂപം ആരംഭിച്ച കലാരൂപമായിട്ട് അതിന് പറയാൻ പറ്റൂല, ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ബിഗിനിങ് ഓഫ് സംതിങ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതില് ഒരു സംഗതി ചെയ്തു, അത് പക്ഷേ അതിന് ആ ഒരു ഇത് ചെയ്തു. ഇൻസിഡന്റ് മാത്രം. അത് നേരത്തെ പറഞ്ഞല്ലോ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്റെ 18ാമത്തെ ചോദ്യം, അത് സാമൂഹിക അസമത്വങ്ങൾക്ക്, ഏതെങ്കിലും രീതിയിലുള്ള സാമൂഹികമോ സാമുദായികമോ ആയ അസമത്വങ്ങൾക്ക് എതിരെയുള്ള ഒരു നടപടിയായിരുന്നു എന്ന്. ചോദ്യം പൂർത്തിയാക്കട്ടെ സൈറ, വേറെ ഇത്ര ധൃതി വേണ്ട, കുറച്ചുകൂടി സമയമെടുക്കാം നമുക്ക്. കാരണം സൈറയെ കൂടുതൽ നേരം കാണാൻ സൈറയുടെ മക്കൾക്ക് താല്പര്യമില്ലേ? ഏതെങ്കിലും സാമൂഹികമായോ സാമുദായികമോ ആയ സാമ്പത്തികമായ അസമത്വങ്ങൾക്കെതിരെ, ഇനിക്വാലിറ്റിക്കെതിരെയുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു അത്? അല്ല. ഒരു തരത്തിലുള്ള അസമത്വങ്ങൾക്കുമെതിരെയുള്ള മൂവ്മെന്റ് എന്നതിനെ പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മുടെ പിന്നീട് VT അരങ്ങിൽ നിന്ന് മണിയറയിലേക്ക് എഴുതിയത് ഒരു സ്ത്രീ സമത്വത്തിന് വേണ്ടിയുള്ള, അസമത്വത്തിനെതിരെയുള്ള ഒരു മൂവ്മെന്റ് ആണെന്ന് പറയാം. ഇത് അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് എന്നൊന്നും പറയാനില്ല. ഇനി ഒരേ ഒരു ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പത്തൊൻപതാം നൂറ്റാണ്ടിൽ തന്നെയാണ് ആ കൃതി നടന്നത്, ആ ക്രിയ നടന്നത്. അതൊരു രചനയാണ്, ഒരു സൃഷ്ടിയാണ്? അല്ല. ഒരു കൃതിയുടെ രചനയാണോ എന്നാണ് ചോദ്യം. അല്ല. ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. 19ാം നൂറ്റാണ്ടിൽ ഉത്തര കേരളത്തിൽ മലബാറിൽ നടന്ന ഒരു സംഭവം, സാംസ്കാരികമായ ഒരു സംഭവം, അതിന് രാഷ്ട്രീയമായ പ്രസക്തിയും ഉണ്ട്. എന്നാൽ അത് ആദ്യത്തെ ഒരു സംഭവം, ഒന്നിൻ്റെ ആരംഭം എന്നൊന്നും പറയാൻ കഴിയുന്ന ഒന്നല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടു. ഒരു രചനയോ ഒരു കൃതിയോ ഒരു സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതികരണമോ ഒന്നുമല്ല എന്നാണ് വ്യക്തമാക്കിയത്. ഒരു പ്രശസ്ത വ്യക്തിയുമായി ബന്ധമുണ്ട് താനും എന്നും പറഞ്ഞു, അല്ലേ? പറയൂ സൈറ. കൺഗ്രാറ്റുലേഷൻ. പറയൂ. 50,000 രൂപയുടെ ഈ റൗണ്ടിലും സൈറ വിജയിച്ചു. വെൽ ഡൺ. എന്തായിരുന്നു ആ സാംസ്കാരിക സംഭവം? 19ാം നൂറ്റാണ്ടിൽ മലബാറിലെ ഡിസ്ട്രിക്ട് കളക്ടർ ആൻഡ് മജിസ്ട്രേറ്റ് ആയിരുന്ന ഹെൻറി വാലന്റൈൻ കൊണോലി, അവരുടെ കാലത്ത് അയാൾ ആണ് 1500 ഏക്കറിൽ നിലമ്പൂരിൽ ടീക്ക് പ്ലാന്റേഷൻ, അത് വിത്തുകൾ മുളപ്പിച്ചിട്ടാണ് തേക്കും കാട് ഉണ്ടായത്, ആദ്യത്തെ ടീക്ക് പ്ലാന്റേഷൻ. മാത്രമല്ല ഇന്നും 5 ഏക്കേഴ്സ് കൊണോലിൻ്റെ പേരിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് 159 years ആയിട്ട് ആ തേക്കും മുറിച്ചിട്ടൊന്നുമില്ല. സോ ഷിപ്പ് ഉണ്ടാക്കാനും അതിനും ഇതിനൊക്കെ തേക്ക് വേണമെന്നാണ് നിലമ്പൂരിലെ തേക്ക് മ്യൂസിയത്തിൽ. നിലമ്പൂർ തേക്ക് പ്ലാന്റേഷൻ 1842 അന്നത്തെ മലബാർ കളക്ടറായിരുന്ന ഹെൻറി വാലന്റൈൻ കൊണോലി ഫോറസ്റ്റ് ഓഫീസറായിരുന്ന ചന്തുമേനോന്റെ സഹായത്തോടെ നിലമ്പൂരിൽ തേക്കിൻ തൈകൾ വെച്ചുപിടിപ്പിക്കാൻ നിർദ്ദേശം നൽകി. ഇത് ലോകത്തിലെ ആദ്യത്തെ തേക്കിൻ തോട്ടമായി കരുതുന്നു. 2 ഹെക്ടറിൽ ഏറെ ഭൂമിയിലാണ് തേക്കിൻ തൈകൾ വെച്ചുപിടിപ്പിച്ചത്. കൺഗ്രാറ്റുലേഷൻസ് സൈറ, വെൽ ഡൺ. ആൻഡ് സൈറ 50,000 രൂപയ്ക്ക് വേണ്ടി സൈറ വിചാരിച്ചത് ഒരു സംഭവമാണ് എങ്കിൽ ഇനി സൈറയുടെ മുന്നിൽ വളരെ എളുപ്പം. ലോകത്തിൽ ഒരുപാട് പ്രശസ്തരായ വ്യക്തികളുണ്ട്, അതിലൊരാളെ സൈറ ആദ്യം വിചാരിച്ചു.
പിന്നീട് ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള മഹത്തായ സംഭവങ്ങളിൽ നിന്ന് ഒന്ന് വിചാരിച്ചു. ഇനി വിചാരിക്കുന്നത് അതിനേക്കാൾ എളുപ്പമായ ഒരു കാര്യമാണ്. ഈ ലോകത്തിൽ, ഈ വലിയ ലോകത്തിലുള്ള ഒരു സ്ഥലം, എന്തോ ഒരു പ്രത്യേക കാരണത്താൽ സവിശേഷ ശ്രദ്ധയാർന്ന ഒരു സ്ഥലം. ആ സ്ഥലം വിചാരിക്കും സൈറ അടുത്ത റൗണ്ട്. യജ്ഞത്തിന്റെ 2 റൗണ്ടുകളിൽ വ്യക്തിയെയും സംഭവത്തെയും മനസ്സിൽ വിചാരിച്ച് വളരെ ലളിതമായി തന്നെ എന്നെ പരാജയപ്പെടുത്തി സൈറ യജ്ഞത്തിന്റെ 3-ാം റൗണ്ടിൽ എത്തി നിൽക്കുന്നു. സൈറ, ഇക്കുറി സൈറയ്ക്ക് ഒരു വിഷയം തിരഞ്ഞെടുക്കാം. ആ സ്ഫടികഗോളത്തിൽ പറയരുത് എന്നോട് എന്താണ് വിഷയമെന്ന്. എങ്കിലും സൈറ ആ വിഷയം നോക്കിക്കോളൂ. ആശ്വാസമുണ്ടോ മുഖത്തൊന്നറിയട്ടെ. ഉണ്ട് ആശ്വാസം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? സൈറ ഇക്കുറി വിചാരിക്കേണ്ടത് ഒരു സ്ഥലമാണ്. ആ വിഷയത്തിനെ ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥലം മനസ്സിലോർത്തുകൊണ്ട് സൈറയ്ക്ക് മത്സരിക്കാം അശ്വമേധത്തിൽ. അതിനായി സൈറയ്ക്ക് സൈറയുടെ മാർഗനിർദ്ദേശിയായ ശ്രീ VK ശ്രീരാമനെ സമീപിക്കാം. സൈറ നിർദ്ദേശിക്കുന്ന സ്ഥലം നോബൽ ഗൈഡ് അംഗീകരിച്ചാൽ, IT ഗൈഡ് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായാൽ അപ്പോൾ നമ്മൾ ആരംഭിക്കും യജ്ഞത്തിലെ റൗണ്ട് 3. സോ സൈറ, 2-ാം റൗണ്ടിൽ 50,000 രൂപ മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 50,000 രൂപ വിജയിച്ചുകൊണ്ട് യജ്ഞത്തിന്റെ 3-ാം റൗണ്ടിൽ 1,00,000 രൂപയുടെ മിർ റിയൽറ്റേഴ്സ് പ്രൈസിന് വേണ്ടി സൈറ മത്സരിക്കുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമൊന്നും അല്ലല്ലോ കിട്ടിയത്, ആണോ? ആണോ? ബുദ്ധിമുട്ടുള്ള വിഷയമാണോ? എല്ലാം ബുദ്ധിമുട്ടുള്ള വിഷയം തന്നെയാണ്. അതാണല്ലോ സൈറ ഓരോ തവണയും പറയുന്നത്, ബുദ്ധിമുട്ടാണ് എല്ലാവരും. എന്നിട്ട് ഈസി ആയിട്ട് സൈറ മത്സരിക്കുകയും ചെയ്യും. ആൾ ദ ബെസ്റ്റ്. സൈറ നിർദ്ദേശിച്ച ആ സ്ഥലം അംഗീകരിക്കപ്പെടാവുന്ന ഒന്നാണ് സർ. അംഗീകരിക്കാം. സൈറയെ ഇക്കുറി 7 തവണ സഹായിക്കാൻ എനിക്ക് 20 ചോദ്യങ്ങൾ. സൈറയ്ക്ക് 7 ലൈഫ് ലൈൻ. ആർ യു റെഡി? റെഡി. ആൾ ദ ബെസ്റ്റ് സൈറ. സൈറയ്ക്ക് 7 തവണ സംശയം നിവാരണത്തിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാം. IT ഗൈഡ്സ് അതിന് സന്നദ്ധയാണ്. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ മക്കൾ ഇപ്പോഴും കാണുന്നുണ്ട്. പക്ഷെ ഹസ്ബൻഡിനോടൊരു വാക്ക് പറയൂ. സതീഷിനോട് പറയൂ സൈറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. വൈ ഡോണ്ട് യു സ്പീക്ക് ടു സതീഷിനോട് എന്തെങ്കിലും പറയൂ. ആ ക്യാമറയിലൂടെ സതീഷിനെ നോക്കി എന്തെങ്കിലും പറയൂ. ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ആകാൻ കാരണം ഹസ്ബൻഡിൻ്റെയാണ്. ബിക്കോസ് ഞാൻ കല്യാണത്തിന് മുമ്പേ ഓൺലി ഒരു BSc ഗ്രാജുവേറ്റ് മാത്രമായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഇപ്പോഴും സ്റ്റഡീസ് തന്നെ കണ്ടിന്യൂ ചെയ്തത് ഓൺലി ബിക്കോസ് ഓഫ് ഹിസ് സപ്പോർട്ട്. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ദറ്റ് എനിക്ക് കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഓൺലി ബാക്കിംഗ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇപ്പം ഇരിക്കുന്നതെന്നാണ് എനിക്ക്. ഹായ് സതീഷ്, താങ്കളുടെ ഭാര്യ സൈറ യജ്ഞത്തിന്റെ 3-ാം റൗണ്ടിൽ ഒരു സ്ഥലം മനസ്സിലൊളിപ്പിച്ച് മത്സരത്തിന് തയ്യാറെടുത്തിരിക്കുന്നു. സോ വി വിഷ് ടുഗദർ ഓൾ ദ ബെസ്റ്റ് യു. തുടങ്ങാം സൈറ. പ്രേക്ഷകർ സൈറയെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ലൈവായ പ്രേക്ഷകർ മത്സരത്തിന് മുൻപ് സൈറയ്ക്ക് വേണ്ടി ഒരു കരഘോഷം മുഴക്കും. ശരി, സൈറ വിചാരിച്ചത് ഏഷ്യയിലുള്ള ഒരു സ്ഥലമാണോ? യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ള ഒരു സ്ഥലം ആണ്. ആ സ്ഥലം ഒരു രാജ്യമോ ഒരു നഗരമോ ആണോ? നഗരമാണ്. താങ്ക് യു സൈറ. ഇത്തവണ എനിക്കൊരു ചോദ്യം ലാഭിച്ചു. യെസ് ഓർ നോ മാത്രം. ഐ ആം ഫീലിംഗ് സിക്ക്. എനിക്ക് എന്തോ ഒരു സുഖമില്ലായ്മ തോന്നുന്നുണ്ട്. എന്റെ 4ാമത്തെ ചോദ്യം, സൈറ ആയതുകൊണ്ട് യൂറോപ്പ് എന്ന് പറഞ്ഞപ്പോ സ്കോട്ട്ലാൻഡിലോ ഓസ്ട്രേലിയയിലോ ഉള്ള സ്ഥലമാണോ? അല്ല. സ്കോട്ട്ലാൻഡിലോ ഓസ്ട്രേലിയയിലോ അല്ല, നഗരമാണെന്ന് സൈറ ഇങ്ങോട്ട് പറഞ്ഞു. ഇസ് ഇറ്റ് എ ക്യാപിറ്റൽ സിറ്റി? യെസ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, ഇറ്റലി, സ്വീഡൻ, സ്പെയിൻ, ബെൽജിയം, ഇതിലൊരു രാജ്യത്തിലാണോ അത്? സ്വീഡൻ, സ്പെയിൻ, ബെൽജിയം, ഇറ്റലി, ഇതിലൊന്നിലാണോ? അല്ല.
അല്ല. താങ്കൾ വിചാരിച്ച നഗരം ശാന്തമായും ചിലപ്പോൾ അലകൾ സൃഷ്ടിച്ചും ഒഴുകുന്ന തെംസ് നദിയുടെ തീരത്താണ്. അല്ല. താങ്കൾ വിചാരിച്ച നഗരം സുഗന്ധപൂരിതമായ ആഹ്ലാദങ്ങളുടെ രാത്രികൾ സമ്മാനിക്കുന്ന സീൻ നദിയുടെ തീരത്താണ്. അതെ. ആണ്. സ്മിർ റിയാൽറ്റേഴ്സ് നൽകുന്ന 1 ലക്ഷം രൂപയുടെ റൗണ്ടിൽ പരാജയപ്പെടുമ്പോഴും സൈറ സത്യത്തിൽ ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല. കാരണം യാഗം പൂർത്തിയാക്കി സൈറ മത്സരത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്തിരുന്നെങ്കിൽ സൈറയ്ക്ക് കിട്ടുമായിരുന്ന തുക 10,000 രൂപയാണ്. എന്നാൽ യജ്ഞത്തിലെ ആദ്യ റൗണ്ടിൽ 25,000 പരാജയപ്പെട്ടാൽ 2,500, 50,000 പരാജയപ്പെട്ടാൽ 5,000, 1 ലക്ഷം പരാജയപ്പെട്ടാൽ 10,000. അപ്പോ യാഗത്തിൽ നിന്നും യജ്ഞത്തിലേക്ക് വന്ന സൈറയുടെ യാത്ര ഒരു പക്ഷേ സൈറ വിചാരിക്കുന്നത് ഞാൻ കണ്ടെത്തിയാൽ നഷ്ടത്തിലേക്ക് കലാശിക്കുന്നില്ല. കിട്ടിയത് സൈറ കളഞ്ഞിട്ടില്ല. നേരത്തെ ക്വിറ്റ് പോയിന്റിൽ വെച്ച് കിട്ടിയത് സൈറ നഷ്ടപ്പെടുത്തിയിട്ടില്ല. എന്തായാലും സൈറ വിചാരിച്ച നഗരം ഏജ് ഓഫ് റീസൺസ്, കാരണങ്ങളുടെ യുഗം, കാരണങ്ങളുടെ കാലം എഴുതിയ റാങ് ബോൾ സാർത്രെ എന്ന ജീൻ ബോൾ സാർത്രെ തന്റെ എന്താ പറയാ അരാജകമായ ജീവിതത്തിന് ഇടമാക്കിയ ഒരു സ്ഥലമാണ്. സൈറ വിചാരിച്ച സ്ഥലം പോളണ്ടിന്റെ തലസ്ഥാനമായ വാഴ്സയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ച മേരി സ്ലൊദോവ്സ്ക എന്ന പെൺകുട്ടി സർവകലാശാലയിൽ പഠിക്കാനെത്തി ജീവിത പങ്കാളിയായ പിയറിയെ കണ്ടെത്തിയ സ്ഥലമാണോ? മേരി സ്ലൊദോവ്സ്ക എന്ന പോളിഷ് പെൺകുട്ടി വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കാനെത്തി തന്റെ ജീവിത പങ്കാളിയായി പിന്നീട് മാറിയ പിയറയെ കണ്ടെത്തിയ സ്ഥലമാണോ എന്ന് ഞാൻ പറഞ്ഞില്ല. സോ സൈറ വിചാരിച്ച ആ സ്ഥലം ഫാഷന്റെ നഗരമാണ്, സൗന്ദര്യത്തിന്റെ നഗരമാണ്, നിലയ്ക്കാത്ത ആഘോഷങ്ങളുടെ, രാവുകളുടെ, പ്രതിമകളുടെ, മ്യൂസിയങ്ങളുടെ, മെഴുകിന്റെ, കൊളോണുകളുടെ, പെർഫ്യൂമുകളുടെ നഗരമാണ്. ഇതിനെല്ലാം അപ്പുറത്ത് 1789 എന്ന വർഷത്തിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന മുദ്രാവാക്യങ്ങൾ വോൾട്ടയറും റൂസോയും മോണ്ടസ്ക്യൂവും കൂടി ജനഹൃദയങ്ങളിലൂടെ ഉയർത്തിവിട്ട നഗരമാണ്. മേരി ആന്റോയിനറ്റും ലൂയി 16 എന്ന ഭർത്താവായ രാജാവും റോബസ്പിയറിനാൽ ഗില്ലറ്റിൻ ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട നഗരമാണ്. ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ലൂയി 14 ജീവിച്ചിരുന്ന നഗരമാണ്. ഒടുവിൽ സെന്റ് ഹെലേന ദ്വീപിൽ വെച്ച് ആഴ്സനിക് കലർന്ന സ്ലോ പോയിസണിങ്ങിലൂടെ കൊല്ലപ്പെട്ട ധീരനായ നെപ്പോളിയൻ ബോണപ്പാർട്ട് കീഴടക്കിയ നഗരമാണ്. ജോസഫൈന്റെ ഹൃദയമിടിപ്പായിരുന്ന നഗരമാണ് പാരീസ്. ആണോ? ആണ്. ഫ്രാൻസ് പടിഞ്ഞാറൻ യൂറോപ്പിലെ പ്രമുഖ രാജ്യമാണ് ഫ്രാൻസ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നതാണ് മുദ്രാവാക്യം. പാരീസ് തലസ്ഥാനമായ ഈ രാജ്യം വലുപ്പത്തിൽ 42ാം സ്ഥാനത്താണ്. ലോകത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഫ്രാൻസിൽ 2012 കണക്കനുസരിച്ച് 83 ദശലക്ഷം വിനോദസഞ്ചാരികളാണ് ആ വർഷം ഫ്രാൻസ് സന്ദർശിച്ചത്. സൈറ ഗംഭീരമായിരുന്നു ഈ മത്സരത്തിൽ ഉടനീളമുള്ള സൈറയുടെ പെർഫോമൻസ്. വണ്ടർഫുൾ. മൈട്രി ചലഞ്ചിൽ ആണ് സൈറ യാഗത്തിന്റെ അവസാനം കണ്ടത്. സൈറ വ്യക്തികളെ കുറിച്ചുള്ള റൗണ്ടിൽ മൈട്രി ചലഞ്ചിൽ നിന്ന് മയ്യഴിയിലേക്ക് പോയി. എന്നാൽ സംഭവങ്ങളെ കുറിച്ചുള്ള റൗണ്ടിലാകട്ടെ മൈട്രി ചലഞ്ചിന്റെ ആദിമ പിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കനോലിയുടെ സംഭവത്തിലേക്ക് പോയി. നിലമ്പൂരിലെ തേക്കിൻ തോട്ടത്തിന്റെ ആരംഭത്തിലേക്ക്, അല്ലെങ്കിൽ തേക്കിൻ തോട്ടം നടലിലേക്ക് പോയി. ഏറ്റവും വലിയ തേക്കിൻ തോട്ടം ഇന്നും നിലനിൽക്കുന്നത് അവിടെ ആകുന്നതിന് പിന്നിൽ ശ്രീ VK ശ്രീരാമൻ ചൂണ്ടിക്കാണിച്ചതുപോലെ വരും തലമുറയ്ക്ക് വേണ്ടി ചെയ്ത ഒരേറ്റവും മഹത്തായ സാംസ്കാരിക പ്രവൃത്തി എന്ന നിർവചനം കൂടി ഉണ്ടായി. പ്ലീസ്. സരിത, കൺഗ്രാറ്റുലേഷൻസ് ഫോർ ₹10,000. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 10,000 രൂപയുടെ ക്യാഷ് അവാർഡ് ഈ അശോഭഹാരം.
പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കും. ജനറൽ ഷെർമാൻ അറിയാമോ എന്താണെന്ന്? ജനറൽ ഷെർമാൻ പ്രേക്ഷകരും മനസ്സിലാലോചിച്ചുള്ളൂ. എന്താണ് ജനറൽ ഷെർമാൻ? തേക്കുമായി ബന്ധമില്ലെങ്കിലും അതിന് ബന്ധമുണ്ട് മൈത്രി ചലഞ്ചുമായെങ്കിലും. 2 നാളുകളിലായി സൈറസ് സമ്മാനിച്ച ചൂടേറിയ മത്സരത്തിന് ശേഷം ഈ വേദിയിലേക്ക് കടന്നു വരുന്ന മത്സരാർത്ഥിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ദശാബ്ദത്തിന് ശേഷം ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി TV അശ്വമേധം എന്ന ഈ സാമൂഹ്യ ധർമ്മമുള്ള വിപരീത സമസ്യയുടെ പുനരാവിഷ്കാരം ആരംഭിച്ചപ്പോൾ, അതിൻ്റെ അപേക്ഷകൾ ക്ഷണിച്ചപ്പോൾ ആദ്യമായി കൈരളിയിലേക്ക് എത്തിയ കത്ത് ഈ മത്സരാർത്ഥിയുടേതാണ്. സാമൂഹ്യ പ്രവർത്തകൻ, സാംസ്കാരിക മേഖലയിൽ സജീവമായി ഇടപെടുന്നയാൾ, നല്ലൊരു വായനക്കാരൻ. സ്വാഗതം ചെയ്യാം ശ്രീ പത്തിയൂർ ശ്രീകുമാരൻ. നമസ്കാരം, ഞാൻ ശ്രീകുമാർ. എൻ്റെ നാട് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് പത്തിയൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അറിവിൻ്റെ അതിരുകൾ എവിടെയാണെന്ന് സ്വയം നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു മഹാ സംഭവമാണ് അശ്വമേധം എന്ന് കലവറ കൂടാതെ എനിക്ക് പറയാൻ കഴിയും. ഞാൻ അറിവിൻ്റെ ലോകത്തിൽ, വായനയുടെ ലോകത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയതാണ് അശ്വമേധം. കഴിഞ്ഞ അശ്വമേധം, ഇത്തവണത്തെ അശ്വമേധത്തിലേക്ക് എന്നെ തിരഞ്ഞെടുത്തതിന് ഇതിൻ്റെ GS പ്രദീപ് അടക്കമുള്ള കൈരളിയുടെ മുഴുവൻ സംഘാടകർക്കും ഞാൻ നന്ദി പറയുന്നു. ഇതിൽ പങ്കെടുക്കുന്നതിനും ഈ എൻ്റെ അറിവിൻ്റെ അതിരുകൾ എനിക്ക് സ്വയം കണ്ടെത്തുന്നതിനും സാധിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അനുവാദം നൽകിയതിന് കൈരളി ചാനലിനോട് വളരെയധികം നന്ദി പറയുന്നു. ശ്രീ പത്തിയൂർ ശ്രീകുമാർ, വാക്ക് ഇൻ പ്ലീസ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ അറിയാമോ, ചേട്ടൻ അശ്വമേധത്തിന് അപേക്ഷ അയച്ച, 2ാം വരവിൽ അപേക്ഷ അയച്ച ആദ്യത്തെ മത്സരാർത്ഥിയാണ്. മനസ്സിലായി. എന്തുകൊണ്ടാണ് ആ സ്ക്രോൾ കണ്ടപ്പോൾ ഉടൻ തന്നെ ചേട്ടൻ അപേക്ഷിച്ചത്? അശ്വമേധം പണ്ട് സ്ഥിരമായി കാണുമായിരുന്നു? നേരത്തെ കാണുമായിരുന്നു. എന്തൊക്കെയാണ് ചേട്ടൻ്റെ വിലയിരുത്തൽ ആ പ്രോഗ്രാമിനെ കുറിച്ച്? അതിനെ സംബന്ധിച്ച് ഇപ്പം വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ എവിടെ നിൽക്കുന്നു ഒരു വിഷയത്തെ സംബന്ധിച്ച് അങ്ങ് പറയുന്ന, അല്ലെങ്കിൽ മത്സരാർത്ഥികൾ പറയുന്ന ഒരു കാര്യം, ഒരു സബ്ജക്റ്റ്, ആ വിഷയത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു സംഭവമാണ്. സ്വയം പരിശോധനയ്ക്ക് വിധേയം. എന്ത് മനോഹരമായ ഒരു അഭിപ്രായമാണ്. കാര്യങ്ങളൊന്നും എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും അല്ല, ഇത് മാത്രമാണ്. പുതിയ ഫോർമാറ്റിൽ ഈ കസേരയിൽ ഇരിക്കുന്നതിന് മുൻപ് യാഗഭൂമി താണ്ടേണ്ടതുണ്ട്. യാഗത്തിലേക്ക് ചേട്ടന് സ്വാഗതം. ശ്രീ പത്തിയൂർ ശ്രീകുമാറിനെ കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. പ്രേക്ഷകർക്കും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി അറിയാൻ അദ്ദേഹം യജ്ഞഭൂമിയിലെത്തട്ടെ, യാഗം വിജയകരമായി താണ്ടട്ടെ. യാഗം. യാഗത്തിലെ ആദ്യ റൗണ്ട് മെർ റിയൽട്ടേഴ്സ് നൽകുന്ന 1000 രൂപയുടെ ക്യാഷ് അവാർഡിന് വേണ്ടിയുള്ള റൗണ്ടാണ്. അതിൽ ആ ബൗളിലുള്ള ഏതെങ്കിലും ഒരു വിഷയം ചേട്ടൻ എടുത്തോളൂ. എടുക്കാൻ ഉറക്കെ വായിക്കണം. ഗുരു. ഓ, കാണിക്കുക ചേട്ടൻ, നോക്കട്ടെ. ഗ്രേറ്റ്. ഗുരു. മാതൃത്വത്തിനേക്കാൾ, അമ്മയേക്കാൾ വിലപിടിച്ചതായി ഹെലൻ കെല്ലർ കണ്ട ഗുരുവിന്റെ പേര് ആൻ സള്ളിവൻ എന്നാണ്. ശരിയോ തെറ്റോ? ശരിയാണ്. ചേട്ടൻ പറഞ്ഞ ഉത്തരം ഹെലൻ കെല്ലറിന്റെ ഗുരു ആൻ സള്ളിവനാണ് എന്ന് ചേട്ടൻ പറഞ്ഞ ആ ഉത്തരം 100% ശരിയാണ്. ഹെലൻ കെല്ലറിനെ അവരുടെ ജീവിതത്തിൽ നിശ്ചയദാർഢ്യത്തിന്റെ വഴികളിലേക്ക് കൈപിടിച്ച് നടത്തിയ ഗുരുവാണ് ആൻ സള്ളിവൻ. ചേട്ടാ, 2ാം കടമ്പയിലേക്ക് കടക്കാം പ്ലീസ്. ഇക്കുറി എന്താകും ചേട്ടനെടുക്കുന്ന വിഷയമെന്ന് നോക്കുന്നു. വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചേട്ടനോട് ചോദിക്കുന്നത് വളരെ 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 ലളിതമായ ഒരു ചോദ്യമാണ്. താങ്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഈ വേദനകളുടെ ലോകത്ത് നമ്മളൊക്കെ ജീവിക്കുമ്പോൾ വേദനയ്ക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ച, മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ച ഒരാളിനെ കുറിച്ചാണ് ചോദ്യം. ചേട്ടാ, സമൂഹം ദൂര തീരങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെടുത്താറുണ്ട് കുഷ്ഠരോഗികളെ.
കുഷ്ഠരോഗികളുടെ വേദന ഏറ്റവും മനോഹരമായി ആവിഷ്കരിച്ച മലയാളത്തിലെ നാടകത്തിൻ്റെ പേരും അശ്വമേധം എന്ന് തന്നെയാണ്. തോപ്പിൽ ഭാസിയുടെ അശ്വമേധം. പെട്ടെന്നത് ഓർമ്മ വന്നതുകൊണ്ടാണ് ചോദിച്ചത്. കുഷ്ഠരോഗം ഏത് മഹാനായ വൈദ്യശാസ്ത്രജ്ഞന്റെ പേരിൽ അറിയപ്പെടുന്നു? രണ്ടുത്തരം തരാം ചേട്ടാ, രണ്ടുത്തരം. ഒന്ന് ഹാൻസൺ, വേറൊന്ന് ലെസോക്ക്. ഹാൻസൺസ് ഡിസീസ്. ഹാൻസൺസ് ഡിസീസ് ശരിയാണ് ചേട്ടാ, ശരിയായ ഉത്തരമാണ്. യു ഹാവ് വൺ റുപ്പീസ് 2500. കൺഗ്രാറ്റുലേഷൻ. 5000 രൂപയുടെ അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. മൂന്നാം കടമ്പ. ലോഹം, മെറ്റൽ. ലോഹം, മെറ്റൽ, അതാണ് ചേട്ടന് കിട്ടിയ വിഷയം. ശരി. CU എന്ന രസതന്ത്ര പ്രതീകം ഏത് ലോഹത്തെ സൂചിപ്പിക്കുന്നു? ഇരുമ്പ്, വെള്ളി, ചെമ്പ്. ചെമ്പിന് തരാം. ചെമ്പിന്. കോപ്പർ തന്നെയാണ് CU എന്നാണ് ചെമ്പിന്. ശരിയായ ഉത്തരമാണ് ചേട്ടാ. സോ 5000 രൂപ സമ്മാനം നേടിക്കഴിഞ്ഞു ചേട്ടൻ. മെർ റിയൽറ്റേഴ്സിന്റെ 5000 റുപ്പീസിന്റെ ക്യാഷ്. ഇനി നമ്മൾ പോകുന്നത് വളരെ ഗുരുതരമായ ഒരവസ്ഥയിലേക്കാണ്. കാരണം ആ അവസ്ഥയിൽ ചേട്ടൻ വിജയിച്ചാൽ മാത്രമേ ചേട്ടന് യജ്ഞത്തിലേക്ക് കടക്കാനും അശ്വമേധത്തിൽ ഏർപ്പെടാനും കഴിയും. അതിനുവേണ്ടി ഒരു കാഴ്ച. ചേട്ടാ, ഈ കാഴ്ച വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അല്ലേ? അതെ അതെ. ഒരു വൾച്ചർ, വൾച്ചറാണ് ഇവിടെ കിടക്കുന്നതാകട്ടെ ഒരു കുഞ്ഞ. മരിച്ചു പോകുമ്പോൾ തോന്നുന്നു ആ കുഞ്ഞ്. കുഞ്ഞ്. ഈ ഫോട്ടോ എടുത്തു ആരാണെന്നറിയാമോ? ഫോട്ടോ എടുത്ത ആളിനെ ഓർക്കുന്നില്ല. സൊമാലിയയാണ് അടുത്ത സമയത്ത് വന്ന് വീണ്ടും ചർച്ച ചെയ്ത് വീണ്ടും ചർച്ച ചെയ്യപ്പെടും. ഫോട്ടോ എടുത്ത ആളിനെ എനിക്ക് ഓർമ്മ. ആളുടെ പേരാണ് ഇപ്പൊ ഓർമ്മ വരുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം. സാധാരണഗതിയിൽ ഈ റൗണ്ടിൽ ക്ലൂസ് ഇല്ല. എങ്കിലും താങ്കൾ അശ്വമേധത്തിന്റെ 2ാം വരവിൽ അപേക്ഷ അയച്ച ആദ്യത്തെ മത്സരാർത്ഥി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സിന്റെ പേര് പറയാം. അപ്പൊ അതിൽ ചേട്ടന് ഓർമ്മ വരുമെന്ന് നോക്കാം. ആൽബർട്ടോ കോർദ, സ്റ്റീഫൻ റോഡ്രിഗ്സ്, കെവിൻ കാർട്ടർ, ജിമ്മി റാഫേൽ. കെവിൻ കാർട്ടർ. കെവിൻ കാർട്ടറിന്റെ പ്രശസ്തമായ ഫോട്ടോയാണ് ഇത്. കെവിൻ കാർട്ടർ ഈ ഫോട്ടോയിൽ ഒരുപാട് വേട്ടയാടപ്പെട്ടു, മാനസികമായി ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു. കാരണം ചർച്ച ചെയ്തു. ഈ വൾച്ചർ ഈ കുഞ്ഞിനെ കൊത്തിത്തിന്നുന്നത് ചിത്രീകരിക്കാൻ വേണ്ടി കെവിൻ കാർട്ടർ കാത്തിരുന്നു, കുഞ്ഞിനെ രക്ഷിക്കുന്നതിനല്ല. പലപ്പോഴും ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഒരു കലാകാരന്റെ, ഒരു ഫോട്ടോഗ്രാഫറിന്റെ പ്രധാനപ്പെട്ട ദൗത്യം ഒരു അപകടത്തിൽപ്പെട്ട ആളിനെ രക്ഷിക്കുകയാണോ അതോ ആ അപകടത്തിന്റെ ചിത്രം ലോകത്തെ എത്രയും വേഗത്തിൽ അറിയിക്കുകയാണോ എന്നതൊക്കെ വളരെ ഗൗരവമായ ചർച്ചാ വിഷയങ്ങളാണ്. എന്തായാലും ചേട്ടൻ 10000 രൂപ നേടിക്കഴിഞ്ഞു. യാഗം ശക്തമായി പൂർത്തിയാക്കുകയും ചെയ്തു. ശ്രീ പത്തിയൂർ ശ്രീകുമാർ യാഗത്തിന്റെ പൂർണ്ണതയ്ക്ക് ശേഷം ഇനി 10000 രൂപ വേണ്ട, മത്സരം തുടരും എന്ന് തീരുമാനിച്ചുറപ്പിച്ച് യജ്ഞത്തിലേക്ക് കടന്നു വരുമോ അതോ ഈ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുകയാണോ? ശ്രീ പത്തിയൂർ ശ്രീകുമാർ ഈ മത്സരത്തിൽ യാഗം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം 10000 രൂപയുമായി പിൻവാങ്ങുന്നോ അതോ അത് അടിയറ വെച്ച് 25000 രൂപയ്ക്ക് വേണ്ടിയുള്ള യജ്ഞത്തിൽ ആദ്യ റൗണ്ടിൽ ഏർപ്പെടുമോ എന്നറിയാൻ ചില നിമിഷങ്ങൾ മാത്രം. കൗണ്ട് ഡൗൺ. ശ്രീ പത്തിയൂർ ശ്രീകുമാർ വാക്കിൻ പ്ലീസ്. നമസ്കാരം. ചേട്ടൻ ധീരമായ തീരുമാനം. പകുതിയിൽ വെച്ച് പിൻവാങ്ങാനാണ്, അല്ലാതെ ഹോട്ട് സീറ്റിൽ ഇരിക്കാനല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വന്നത് എന്നതാണ്. രാവിലെ 5:30 തുടങ്ങിയ യജ്ഞമാണ്. 4:30 ആലപ്പുഴയിൽ നിന്നാണ് വന്നത്. അതെ, കായംകുളത്ത് നിന്നാണ്. ശരി ചേട്ടാ, ഒരു വിഷയം തിരഞ്ഞെടുത്തോളൂ. എന്നെ കാണിക്കരുത്, പറയുകയും അരുത് വിഷയം. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് ചേട്ടൻ മനസ്സിലോർക്കണം. അത് ചേട്ടനെ സഹായിക്കുന്ന, ചേട്ടന്റെ ഈ ദിവസത്തെ വഴികാട്ടി ശ്രീ VK ശ്രീരാമൻ അംഗീകരിക്കുകയും IT ഗൈഡായ നിമ്മി കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് yes or no ഉത്തരം പറയാൻ ചേട്ടനെ 5 തവണ ഹെൽപ്പ് ചെയ്യുകയും. ഓൾ ദ ബെസ്റ്റ്. ആ വിഷയം വലിയ ബുദ്ധിമുട്ടുണ്ടോ ചേട്ടന്? ഒരാളെ വിചാരിക്കാൻ പ്രയാസമുണ്ടോ ആ വിഷയം? ഇല്ല പ്ലീസ്.
ശ്രീകുമാർ വളരെ അനായാസമായി യജ്ഞത്തിൽ ആദ്യ റൗണ്ട് പൂർത്തിയാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളും ആശംസിക്കുകയും ചെയ്യുന്നു. വിപരീത സമസ്യയുടെ വേറിട്ട ഭൂമികയിലേക്ക് യജ്ഞം. രാമേട്ട, ശ്രീ പത്തിയൂർ ശ്രീകുമാർ വിചാരിച്ച പേര് അംഗീകരിക്കപ്പെടാവുന്ന ഒരു പേരാണ്. ഓഫ് കോഴ്സ്. IT ഗൈഡ് അദ്ദേഹത്തിന് വേണ്ടി വന്നാൽ ഞാൻ ചോദിക്കുമ്പോൾ എസോർനോ പറയാൻ ഏതെങ്കിലും രീതിയിലുള്ള സ്ഥിതിവിവര കണക്കുകളിൽ വർഷങ്ങളിലോ മറ്റോ ഒക്കെ സംശയം തോന്നിയാൽ 5 തവണ അദ്ദേഹത്തിനെ സഹായിക്കാൻ താങ്കൾ തയ്യാറാണ്? തയ്യാറാണ്. ഗ്രേറ്റ് ടു മീറ്റ് യു ശ്രീ ചേട്ടാ, പ്ലീസ്. ഈ നിമിഷത്തിൽ ഞാനിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് ആരെയാണെന്ന് താങ്കൾക്ക് പറയാം. ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, ചിത്രം കണ്ടിട്ടില്ല, പേരറിയില്ല, അങ്ങനെ ഒരാൾ. എളുപ്പം ഞാൻ പറയാം, എൻ്റെ അച്ഛനെ ആയിരിക്കും. എക്സാക്ട്ലി. താങ്കളുടെ അച്ഛനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അശ്വമേധത്തിന്റെ ആദ്യഘട്ടത്തിൽ ആ പ്രോഗ്രാം കാണുമായിരുന്ന, ഇപ്പോൾ ഈ ലോകത്തിന്റെ കൂടുപേക്ഷിച്ചു പോയ ആ വ്യക്തിയെ ആദരവോടെ വിനയത്തോടെ മനസ്സുകൊണ്ട് സ്മരിച്ചുകൊണ്ട് പറയാമല്ലോ. അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളുണ്ടല്ലോ. ഒരാൾ മരിച്ചു കഴിഞ്ഞാലുള്ള സംസ്കാര ക്രിയകൾ അതിന് തൊട്ട് അതിന് ഏകദേശം അദ്ദേഹം കണക്ക് കൂട്ടിയായിരുന്നു ഇത്ര രൂപയാകുമോ. അത് പ്രത്യേകമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നോമിനിയായിട്ട് എന്നെ വെച്ചു. എന്നോട് പറയാതെ അനിയനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവം. എൻ്റെ അനിയനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അവനോട് നീ പറയണം. അച്ഛൻ്റെ അനിയനോട് പറഞ്ഞു ഇന്നടത്ത് സംസ്കരിക്കണം, ഇന്നടത്ത് അച്ഛൻ്റെ അനിയനോട് പറഞ്ഞു. അതൊരു ഗ്രേറ്റ് ന്യൂസ് ആണ്. ശ്രീ പത്തിയൂർ ശ്രീകുമാർ എന്ന ആദരണീയനായ മത്സരാർത്ഥിയോട് അദ്ദേഹത്തിന്റെ അഭിവന്ദ്യനായ യശശരീരനായ പിതാവിനെ മനസ്സാസ്മരിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. താങ്കൾ വിചാരിച്ച വ്യക്തി പുരുഷനാണോ? അല്ല. 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 ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ട്. ഇന്ത്യൻ? അതെ. മലയാളി? അതെ. 50 വയസ്സ് കഴിഞ്ഞോ? കഴിഞ്ഞു. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? കല. താങ്ക് യു. അത് പറയരുത്, യെസ് ഓർ നോ അല്ലേ പറയാവൂ. ഇതിപ്പോ എന്റെ ഒരു ചോദ്യം ലാഭിച്ചില്ലേ, അപ്പോ ഇനി രാഷ്ട്രീയമാണോ എന്ന് ചോദിക്കേണ്ട. ആദ്യം പറഞ്ഞു. പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആണോ? കല 2 തരത്തിലുണ്ട്. പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ഉണ്ട്, ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഒരു ശില്പി, ചിത്രകാരൻ, ഇതെല്ലാം ക്രിയേറ്റീവ് ആർട്ടാണ്. പെർഫോം ചെയ്യുന്ന കലാകാരന്മാർ അല്ലെങ്കിൽ കലാകാരികൾ അവർ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആണ്. പെർഫോമറാണ്. പുരുഷനല്ല എന്നാണ് പറഞ്ഞത്. പുരുഷനല്ല എന്നാണ് പറഞ്ഞത്. നൃത്തരൂപങ്ങളിലൊന്നും? നൃത്തരൂപങ്ങളിൽ ഒന്ന്. അതെ. നാടൻ കലാരൂപമാണോ? അല്ല. അല്ല. ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ? അല്ല. അല്ല. ശരി. 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. എനിക്കിനി 8 ചോദ്യങ്ങളേ ഉള്ളൂ താങ്കളോട് ചോദിക്കാൻ. ശരി. കഥകളി, ഓട്ടൻ തുള്ളൽ ഇവയിലൊന്നാണോ? അതെ. കാരണം ഭരതനാട്യമോ മോഹിനിയാട്ടമോ ഒക്കെ ആണെങ്കിൽ നൃത്തരൂപങ്ങളിൽ ഒന്നെന്ന് ചോദിക്കുമ്പോൾ ഇത്ര സമയമെടുക്കില്ല ഒന്നോർത്ത് പറയാൻ. കൊല്ലം ജില്ലയിലാണോ അവർ? അതെ. ആണ്. അവരുടെ പ്രദേശത്തിന് ഇൽമിനൈറ്റും മോണോസൈറ്റും കരിമണലുമായി ബന്ധമുണ്ടോ? ഉണ്ട്. ഉണ്ട് സർ, ഉണ്ട്. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേര് ആരംഭിക്കുന്നത് ABCDEFGHIJKLMNO QRSTUVWXYZ ഇതിലൊന്നിലാണോ? അല്ല. 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 മലയാളത്തിന്റെ പ്രിയങ്കരനായ കവിയുടെ നാട്ടുകാരിയാണ്. മലയാളത്തിന് ജ്ഞാനപീഠം നേടിത്തന്ന കവിയുടെ നാട്ടുകാരിയാണ്. ആണ്. തീർച്ചയായിട്ടും. ഇനി 3 ചോദ്യമേ ഉള്ളൂ. പ്രായം കുറെ ആയി എങ്കിലും അവരൊരു കുട്ടിയാണ് പേരിലെങ്കിൽ. അതെ. അല്ലേ സർ? അതെ. അല്ലേ സർ? പേരിലല്ല, മനസ്സിലൊരു കുട്ടിത്വം ഇപ്പോഴും ഉണ്ട് അല്ലേ? എൻ്റെ അടുത്ത ചോദ്യം, 17ാമത്തെ ക്രൂഷ്യൽ ചോദ്യം. കഥകളിയാണോ പ്രധാനം,
അതെ. അവരുടെ അടുത്ത ബന്ധുക്കൾ. ചവറപ്പാറക്കുട്ടിയുടെയും അടുത്ത ബന്ധുക്കളാണോ? അതെ. ആണോ? അതെ. അല്ല, അതൊരു കൺഫ്യൂഷനാണ്. കാരണം ബന്ധുക്കളാരും പ്രശസ്തരല്ല എന്ന് താങ്കൾ പറഞ്ഞു. അതെ, എൻ്റെ അറിവിൽ പ്രശസ്തരല്ല. പക്ഷെ അവരുടെ ബന്ധുക്കളും ചവറപ്പാറക്കുട്ടിയുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞു. അതെ. അപ്പൊ അവരും ചവറപ്പാറക്കുട്ടിയും തമ്മിലൊരു ബന്ധം ഉണ്ടാകും. പക്ഷെ അവരുടെ ബന്ധുക്കളാരും പ്രശസ്തരല്ലെന്നും പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് ചവറപ്പാറക്കുട്ടി തന്നെ ആയാലും അത് തന്നെ. ആണോ? അതെ അതെ അതെ. ചേട്ടാ, രസകരമായിരുന്നു ചേട്ടനുമായുള്ള മത്സരം. ചവറ പാറുക്കുട്ടി കേരളത്തിലെ വിഖ്യാതയായ കഥകളി കലാകാരി. പൊതുവെ പുരുഷാധിപത്യം ശീലമായിരുന്ന കഥകളി രംഗത്തെ ആദ്യത്തെ സ്ത്രീ സാന്നിധ്യം. അവർ 50 വർഷക്കാലത്തിലധികമായി കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിലുള്ള കഥകളി അരങ്ങുകളിലെ സജീവ താരമാണ്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിലെ ചവറയാണ് ഇവരുടെ സ്വദേശം. കൺഗ്രാറ്റുലേഷൻസ് പ്രിയട്ട. റിയൽറ്റേഴ്സ് നൽകുന്ന 2500 രൂപയുടെ ക്യാഷ് അവാർഡ്, ഒപ്പം ഞങ്ങളുടെ ഈ സ്നേഹോപഹാരം. വളരെ സന്തോഷം എല്ലാവർക്കും. പ്രതിഭയുടെ നാളം ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടും ജ്വലിക്കാൻ കഴിയാതെ പോയവരുണ്ട്. പ്രശസ്തിയുടെ വെള്ളി വെളിച്ചം ലഭിക്കാതെ പോയവർ, അവരെയെല്ലാം മനസ്സിൽ സ്മരിക്കാം. ഒരേ ആകാശം എല്ലാവർക്കും ഉണ്ടാകട്ടെ, ഒരേ ഭൂമി നമുക്കെല്ലാം സ്വന്തമാകട്ടെ, ഒരേ ഹൃദയമിടിപ്പുകളോടെ ഒരു പുതിയ ലോകത്തിൽ കാൽ വെച്ച് നടക്കാൻ നമുക്ക് കഴിയട്ടെ. എത്ര മനോഹരമായ സ്വപ്നങ്ങളിലൂടെ വീണ്ടും കാണാം അറിവെന്ന നേരിലേക്ക് നാളെ. ഗുഡ് നൈറ്റ് ഫ്രം GS.